ഹരി ഓം. ഹരി ഓം. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം. ഹരി ഓം. ഓം ശുക്ലാം വരദരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേത് സർവവിഘ്നോപശാന്തയേ. ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ജന്മാദ്യസ്യ യതോന്വയാദിതരതശ്ചാർത്ഥേഷ്വഭിജ്ഞസ്വരാട് തേനേ ബ്രഹ്മഹൃദായ ആദികവയേ മുഹ്യന്തി യത്സൂരയഃ. തേജോ വാരിമൃതാം യദാ വിനിമയോ യത്ര ത്രിസർഗോ മൃഷാ ധാംനാ സ്വേന സദാ നിരസ്തകുഹകം സത്യം പരം ധീമഹി. ധർമ്മഃ പ്രോജ്ജിതകൈതവോത്ര പരമോ നിർമ്മത്സരാണാം സതാം വേദ്യം വാസ്തവമത്ര വസ്തു ശിവദം താപത്രയോന്മൂലനം. ശ്രീമദ്ഭാഗവതേ മഹാമുനികൃതേ കിം വാ പരൈരീശ്വരഃ സദ്യോ ഹൃദ്യവരുധ്യതേത്ര കൃതിഭിഃ ശുശ്രൂഷുഭിസ്തൽക്ഷണാത്. നിഗമകൽപതരോർഗളിതം ഫലം സുഖമുഖാദമൃതദ്രവസംയുതം പിബത ഭാഗവതം രസമാലയം മുഹുരഹോ രസികാ ഭുവി ഭാവുകാഃ. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. യം പ്രവ്രജന്തമനുപേതമപേതകൃത്യം ദ്വൈപായനോ വിരഹകാതര ആജുഹാവ. പുത്രേതി തന്മയതയാ തരവോഭിനേദുഃ തം സർവഭൂതഹൃദയം മുനിമാനതോസ്മി. യസ്വാനുഭാവമഖിലശ്രുതിസാരമേകം അധ്യാത്മദീപമതിതിതീർഷതാം തമോംഗം. സംസാരിണാം കരുണയാഃ പുരാണഗുഹ്യം തം വ്യാസസൂനുമുപയാമി ഗുരും മുനീനാം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുതഃ സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദൈഃ സാംഗപദക്രമോപനിഷദൈഃ ഗായന്തി യം സാമഗാഃ. ധ്യാനാവസ്ഥിതതദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃ സുരാസുരഗണാഃ. ദേവായ തസ്മൈ നമഃ. കോമളം കൂജയൻ വേണും ശ്യാമളോയം കുമാരകഃ വേദവേദ്യം പരം ബ്രഹ്മ ഭാസതാം പുരതോ മമ. ഭൂതൈർമഹദ്ഭിർയൈമാ പുരോ വിഭുഃ നിർമായശേതേ യദമൂഷു പൂരുഷഃ. ഭുങ്ക്തേ ഗുണാൻ ഷോഡശ ഷോഡശാത്മകഃ സോലങ്കൃഷീഷ്ട ഭഗവാൻ വജാംസി മേ. സച്ചിദാനന്ദരൂപായ വിശ്വോത്പത്യാദിഹേതവേ താപത്രയ വിനാശായ ശ്രീകൃഷ്ണായ വയം നുമഃ. കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമഃ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. നമഃ പങ്കജനാഭായ നമഃ പങ്കജമാലിനേ നമഃ പങ്കജനേത്രായ നമസ്തേ പങ്കജാംഗ്രയേ. പീതാംബരം
करविराजितशङ्खचक्रकौमोदगी सरसिजम् करुणासमुद्रम् राधासहायमतिसुन्दरमन्दहासम् वातालयेशमनिशम् हृदि भावयामि वातालयेशमनिशम् हृदि भावयामि। ओम नमो भगवते वासुदेवाय। ओम नमो नारायणाय। श्री गुरुवायूरप्पा शरणं। ओम नमः परमर्षिभ्यो नमः परमर्षिभ्यः। श्री गुरुभ्यो नमः। हरि ओम। എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും സുപ്രഭാതം, ശുഭദിനം. ഭാഗവത ജ്ഞാനഗംഗയിലേക്ക് സുസ്വാഗതം, സുസ്വാഗതം. ശ്രീമദ് ഭാഗവതത്തിലെ ദശമസ്കന്ധം 34-ാം അധ്യായമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുദർശനൻ എന്ന വിദ്യാധരനെ ഭഗവാൻ ശാപമോക്ഷം കൊടുക്കുന്ന കഥ അത് കഴിഞ്ഞു. മഹർഷിമാരുടെ ശാപം കൊണ്ട് സർപ്പരൂപത്തിലായി തീർന്നിരുന്ന വിദ്യാധരനായ സുദർശനൻ നന്ദഗോപരെ അംബികാവനത്തിൽ വെച്ച് ദംശിക്കുന്നതും നന്ദഗോപർ നിലവിളിച്ച് കൃഷ്ണനെ വിളിച്ച് കരയുന്നതും ഗോപന്മാരെല്ലാവരും കൂടി തീക്കൊള്ളികളുമായിട്ട് ഇതിനെ പ്രഹരിക്കുന്നതും എന്നിട്ടും നന്ദഗോപരെ വിഴുങ്ങുന്ന ആ പ്രവൃത്തിയിൽ നിന്ന് ആ സർപ്പം പിന്തിരിയുന്നില്ല. പിന്നീട് ബഹളം കേട്ട് ഓടി വന്ന ഭഗവാൻ തൻ്റെ പാദസ്പർശം കൊണ്ട് ആ സർപ്പത്തിന് ശാപമോക്ഷം കൊടുക്കുന്നു. ഒരു ദിവ്യ ശരീരം ധരിച്ച് നിൽക്കുന്നതായിട്ടുള്ള ആ പുരുഷനോട് ഭഗവാൻ ചോദിച്ചു, നീ ആരാണ്? എന്ത് കാരണം കൊണ്ടാണ് നിനക്ക് ഈ അവസ്ഥ വന്നത്? അതിന് മറുപടിയായിട്ട് അദ്ദേഹം തൻ്റെ കഥ പറഞ്ഞു. ഞാനൊരു വിദ്യാധരനാണ്, സുദർശനൻ എന്നാണ് പേര്. ഞാൻ എൻ്റെ രൂപ സൗന്ദര്യം കൊണ്ട് അഹങ്കരിച്ച് നടക്കുമ്പോൾ അങ്കിരസ ഗോത്രത്തിൽപ്പെട്ടതായിട്ടുള്ള മഹർഷിമാരെ ഞാൻ പരിഹസിച്ചു. അതിൻ്റെ ഫലമായിട്ട് അവരുടെ ശാപം കൊണ്ട് ഞാൻ സർപ്പമായി തീർന്നതാണ്. അങ്ങയുടെ മഹാത്മ്യം കൊണ്ട്, അങ്ങയുടെ അനുഗ്രഹം കൊണ്ട്, അങ്ങയുടെ പാദസ്പർശം കൊണ്ട് ഞാനിതാ എൻ്റെ പൂർവ്വ ശരീരം തിരിച്ചു കിട്ടിയിരിക്കുന്നു എന്ന് മാത്രമല്ല, എൻ്റെ സകല പാപങ്ങളും നശിച്ചിരിക്കുന്നു. ഞാൻ പരിശുദ്ധനായിരിക്കുന്നു. ഞാൻ അങ്ങയോട് യാത്ര ചോദിക്കുന്നു എൻ്റെ ലോകത്തേക്ക് പോകാനെന്ന് പറഞ്ഞ് സുദർശനൻ ഭഗവാനെ പ്രദക്ഷിണ നമസ്കാരാദികൾ ചെയ്ത് അനുജ്ഞ നൽകപ്പെട്ട് ഗന്ധർവ ലോകത്തേക്ക്, ദേവലോകത്തേക്ക് തിരിച്ചു പോയി എന്ന് വരെയുള്ള കഥയാണ് 19 ശ്ലോകം വരെ കണ്ടത്. അപ്പോൾ ആ ഭഗവാന്റെ അത്ഭുതമായിട്ടുള്ള ഈ മഹത്വം, ഈ സർപ്പത്തിനെ സുദർശനനാക്കിയ ഭഗവാന്റെ ആ വൈഭവത്തെ ഗോപന്മാരെല്ലാവരും കീർത്തിച്ചുകൊണ്ടാണ് അവർ അംബികാവനത്തിലെ 3 ദിവസത്തെ വ്രതമെല്ലാം സമർപ്പിച്ച് തിരിച്ചു പോരുമ്പോൾ ഭഗവാനെ കീർത്തിച്ചുകൊണ്ടാണ് അവർ വന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ കഥ അവസാനിപ്പിച്ചത്. അതിനെ തുടർന്നുള്ള കഥയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. ശംഖചൂഡവധം എന്നുള്ളതായിട്ടുള്ള കഥയാണ്. 13 ശ്ലോകങ്ങളാണ്. നമുക്ക് ആ ഭാഗം മാത്രം വായിക്കാം. നമ്മൾ മുഴുവൻ അധ്യായവും വായിക്കുന്നില്ല. കഴിഞ്ഞ കഥയുടെ അവസാന ശ്ലോകമായിട്ടുള്ള 19-ാം ശ്ലോകം വായിക്കാം. എന്നിട്ട് 20 മുതൽക്ക് 32 വരെയുള്ള ശംഖചൂഡവധം എന്നുള്ള കഥ വായിക്കാം.
ഓം നമോ ഭഗവതേ വാസുദേവായ. അത ശ്രീമദ്ഭാഗവതേ ദശമസ്കന്ധേ പൂർവാർദ്ധേ ചതുസ്ത്രിംശത്തമോऽധ്യായഃ. ശ്രീശുക ഉവാച. നിശാമ്യ കൃഷ്ണസ്യ തദാത്മവൈഭവം വ്രജൗകസോ വിസ്മിതചേതസസ്തതഃ സമാപ്യ തസ്മിൻ യമം പുനർവ്രജം നൃപായയുസ്തത്കഥയന്ത ആദൃതാഃ. കദാചിതത ഗോവിന്ദോ രാമശ്ചാദ്ഭുതവിക്രമഃ വിജഹ്രതുർവനേ രാത്ര്യാം മദ്യഗൗ വ്രജയോഷിതാം ഉപഗീയമാനൗ ലളിതം സ്ത്രീജനൈർബദ്ധസൗഹൃദൈഃ സ്വലങ്കൃതാനുലിപ്താംഗൗ സ്രഗ്വിണൗ വിരജോംബരൗ നിശാമുഖം മാനയന്തൗ ഉദിതോടുപതാരകം മല്ലികാഗന്ധമത്താളിജുഷ്ടം കുമുദവായുല ജഗദുഃ സർവഭൂതാനാം മനഃശ്രവണമംഗളം തൗ കൽപ്പയന്തൗ യുഗപത് സ്വരമണ്ഡലമൂർച്ഛിതം. ഗോപ്യസ്തദ്ഗീതമാകർണ്യ മൂർച്ഛിതാ നാവിദൻ നൃപ സ്രംസദ്ദുകൂലമാത്മാനം സ്രസ്തകേശസ്രജം തതഃ. ഏവം വിക്രീഡതോ സ്വൈരം ഗായതോ സംപ്രമത്തവത് ശംഖചൂഡൈതി ഖ്യാതോ ധനധാനുചരോഭ്യഗാത്. തയോർനിരീക്ഷതോ രാജൻ തന്നാദം പ്രമദാജനം ക്രോശന്തം കാലയാമാസ ദിശി ഉദീച്യാം അശങ്കിതഃ. ക്രോശന്തം കൃഷ്ണരാമേതി വിലോക്യ സ്വപരിഗ്രഹം യഥാ ഗാദസ്യുനാഗ്രസ്താ ഭ്രാതരൗ അന്വദാവതാം. മാ വൈഷ്ട്യേത്യഭയാരാവൗ സാലഹസ്തൗ തരസ്വിനൗ ആസേദതുസ്തം തരസാ ത്വരിതം ഗുഹ്യകാദമം. സവീക്ഷ്യതൗ അനുപ്രാപ്തൗ കാലമൃത്യൂ ഇവോദ്വിജൻ വിസൃജ്യ സ്ത്രീജനം മൂഢഃ പ്രാഗ്രവജ്ജീവിതേച്ഛയാ. തമന്വധാവത് ഗോവിന്ദോ യത്ര യത്ര സധാവതി ജിഹീർഷുസ്തച്ഛിരോരത്നം തസ്തൗ രക്ഷൻ സ്ത്രിയോ ബലഃ. അവിദൂരൈവാഭ്യേത്യ ശിരസ്തസ്യ ദുരാത്മനഃ ജഹാരമുഷ്ടിനൈവാംഗ സഹ ചൂടാമണിം വിഭുഃ. ശംഖചൂഡം നിഹത്യൈവം മണിമാദായ ഭാസ്വരം അഗ്രജായാദദാത് പ്രീത്യാ പശ്യന്തീനാം ച യോഷിതാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ശംഖചൂഡവധോ നാമ ചതുസ്ത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണ. അപ്പോൾ 19-ാം ശ്ലോകത്തിൽ ഗോപന്മാരും മറ്റുമെല്ലാം അംബികാവനത്തിലെ 3 ദിവസത്തെ ആ വ്രതം എല്ലാം സമാപിപ്പിച്ച് ഭഗവാന്റെ ഈ അത്ഭുതമായ സുദർശന മോക്ഷം എന്ന ലീലയെ നേരിൽ കണ്ട് അത്ഭുത പരതന്ത്രരായ ആ മനസ്സോടുകൂടി വിസ്മിത ചേതസഹ ആ വ്രജൗകസഹ ആ നിയമങ്ങളെല്ലാം സമാപ്യ പുനർവ്രജം ആയയു. വീണ്ടും വ്രജത്തിലേക്ക് തിരിച്ചു വന്നു. തത് കഥയന്ത ആദൃതാഹ. ഭഗവാന്റെ ആ മാഹാത്മ്യത്തെക്കുറിച്ച് പരസ്പരം കഥനം ചെയ്യുന്നവരായി ആദരവോടുകൂടി. അപ്പോൾ അനുദിനം എന്ന് പറഞ്ഞതുപോലെ ഭഗവാന്റെ ഓരോ ലീലകൾ കഴിയും തോറും ഭഗവാനോടുള്ളതായിട്ടുള്ള ബഹുമാനം, ഭക്തി എല്ലാം വർദ്ധിച്ചു വർദ്ധിച്ചു വരികയാണ്. അല്ലേ? സാധാരണ മനുഷ്യന്മാരുടെ ഇടയിൽ എങ്ങനെ വെച്ചാൽ കൂടുതൽ കൂടുതൽ ദിവസം ഒന്നിച്ച് കഴിയും തോറും
അവഗണന കൂടിക്കൂടിയാ വരിക, അല്ലേ? ആദരവ് കുറഞ്ഞു 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 വരും. ഇവിടെ മറിച്ചാണ്. ഭഗവാൻ 11 വർഷം ഈ ഗോകുലത്തിൽ ഗോപന്മാരുടെ കൂടെ കഴിഞ്ഞു. ഓരോ ദിവസവും ഭഗവാനോടുള്ള അവരുടെ ആദരവും പ്രേമവും വർദ്ധിച്ചു വർദ്ധിച്ചു വന്നിട്ടേ ഉള്ളൂ. അങ്ങനെ ഭഗവാൻ അവരുടെ മനസ്സിനെ മുഴുവൻ അപഹരിച്ചുകൊണ്ടാണ് 11 വർഷം അവിടെ താമസിച്ച ശേഷം മധുരാപുരിയിലേക്ക് അക്രൂരന്റെ കൂടെ മടങ്ങിപ്പോകുന്നത്. അപ്പൊ നിരോധം എന്നുള്ളതായിട്ടുള്ള ഈ ദശമസ്കന്ധത്തിന്റെ ആ ഒരു ലക്ഷണം, മനസ്സിനെ നിരോധിക്കുക. ഇപ്പൊ ഭഗവാന്റെ കൂട്ടുകാരും മറ്റുമൊക്കെ ആയി കഴിഞ്ഞുകൂടിയ ഗോപവൃന്ദത്തിന്റെ മുഴുവൻ മനസ്സിനെയും ഭഗവാൻ പോകുമ്പോൾ കൂടെ അങ്ങോട്ട് കൊണ്ടുപോയി എന്നർത്ഥം. അതിനുശേഷം പിന്നീട് അവരുടെ മനസ്സ് മറ്റൊരു വിഷയത്തിലും രുചി ഉണ്ടായിട്ടുണ്ടാവില്ല. എപ്പോഴും ഭഗവത് സ്മരണയോടുകൂടി തന്നെ അവര് കഴിഞ്ഞു. ഇടയ്ക്കിടയ്ക്ക് ഭഗവാന്റെ ദൂതന്മാരായിട്ട് ഉദ്ധവനും ബലരാമസ്വാമിയും ഒക്കെ വരുന്നു. പിന്നീട് കുരുക്ഷേത്രത്തിൽ സമന്തപഞ്ചകത്തിൽ വെച്ച് ഭഗവാനെ തന്നെ നേരിൽ എല്ലാവർക്കും കാണാൻ സാധിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഭഗവാന്റെ തത്വം അറിഞ്ഞ് ഭഗവാനുമായി സായുജ്യം പ്രാപിക്കുന്ന ആ ഒരവസ്ഥയാണ് ഈ ഗോപവൃന്ദത്തിന്, ഗോപന്മാർക്കും ഗോപികമാർക്കും മുഴുവൻ ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് ഭഗവാന്റെ മാഹാത്മ്യം. കൂടുതൽ കൂടുതൽ തന്നിലേക്ക് എല്ലാവരെയും അടുപ്പിക്കാനുള്ളതായിട്ടുള്ള ആകർഷണീയത ഭഗവാനിൽ സ്വാഭാവികമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ എന്ന പേര് ഭഗവാന് അന്വർത്ഥമാകുന്നത്, അല്ലേ? എല്ലാവരെയും ആകർഷിക്കുകയും എല്ലാവർക്കും ആനന്ദം കൊടുക്കുകയും ചെയ്യുന്ന ആ സച്ചിദാനന്ദ സ്വരൂപനാണ് ഭഗവാൻ എന്ന് ഭഗവാന്റെ കഥ തെളിയിക്കുന്നു. അപ്പോൾ ഇങ്ങനെ ആ വിദ്യാധര മോക്ഷം, സുദർശന മോക്ഷം എന്ന കഥ കഴിഞ്ഞു. നമുക്ക് ശംഖചൂഡ വധം എന്നുള്ള കഥയിലേക്ക് പ്രവേശിക്കാം. 20-ാം ശ്ലോകം മുതൽ. ഓം കദാചിദത ഗോവിന്ദോ രാമശ്ചാദ്ഭുത വിക്രമൗ വിജഹ്രതുർവനേ രാത്ര്യാം മധ്യഗൗരജയോഷിതാം. കദാചിദത ഗോവിന്ദോ രാമശ്ചാദ്ഭുത വിക്രമൗ വിജഹ്രതുർവനേ രാത്ര്യാം മധ്യഗൗരജയോഷിതാം. കദാചിത് അധ അനന്തരം, പിന്നീടൊരിക്കൽ എന്നർത്ഥം. കദാചിത് ഒരിക്കൽ, ഗോവിന്ദ രാമഃ ച, ഗോവിന്ദനും രാമനും, ശ്രീകൃഷ്ണ ഭഗവാനും ബലരാമസ്വാമിയും രണ്ടുപേരെയും ചേർത്ത് പറഞ്ഞു അത്ഭുത വിക്രമൗ. രണ്ടുപേരെയും ചേർത്താണ്, ദ്വിവചനമാണ്. അദ്ഭുത വിക്രമൗ. അവരുടെ രണ്ടുപേരുടെയും വിക്രമങ്ങൾ, പരാക്രമങ്ങൾ, കർമ്മങ്ങൾ, അവരുടെ ശൗര്യം, വീര്യം, ഇതെല്ലാം അത്ഭുതമാണ്. സാധാരണക്കാരിൽ കാണപ്പെടുന്നതല്ല. അലൗകികമായിട്ടുള്ള, വിശ്വസിക്കാൻ പറ്റാത്തതായിട്ടുള്ള, ബുദ്ധി കൊണ്ട് അളക്കാൻ പറ്റാത്തതായിട്ടുള്ള പരാക്രമമുള്ളവരാണ് രണ്ടുപേരും. അതുകൊണ്ട് അത്ഭുത വിക്രമൗ ഗോവിന്ദ രാമശ്ച വനേ വിജഹ്രതുഹു. എപ്പോൾ? രാത്രികാലങ്ങളിൽ ഒരിക്കൽ, ഒരു രാത്രിയിൽ. രാത്രിയാന്നുള്ളത് ഏകവചനമാണ്. കദാചിത് ഒരിക്കൽ എന്നും പറഞ്ഞു. വിജഹ്രതുഹു വിഹരിച്ചു എന്നാണ്. ഹരിക്കുക എന്നുള്ള ധാതുവില് വി എന്ന ഉപസർഗം ചേർത്ത രൂപമാണ് വിജഹ്രതുഹു. രണ്ടുപേരും കൂടി വിഹരിച്ചു എന്നാണ്. രണ്ടുപേരും, അത്ഭുത വിക്രമന്മാർ രണ്ടുപേരും വിഹരിച്ചു. എങ്ങനെ വിഹരിച്ചു? വ്രജയോഷിതാം മധ്യഗൗ. വ്രജയോഷിത എന്ന് പറഞ്ഞാൽ ഗോപസ്ത്രീകളുടെ മധ്യഗൗ,
മദ്യഗൗ എന്ന് പറഞ്ഞാലോ മദ്യത്തിൽ ഗമിച്ചവരായിട്ട് രണ്ടുപേരും മദ്യകന്മാരെ. ഏകവചനം മദ്യഗഹ, ഇവിടെ രണ്ടുപേരുള്ളത് കൊണ്ട് മദ്യഗൗ. അത്ഭുത വിക്രമൗ മദ്യഗൗ വിജഹ്രദുഹു. ആരുടെ മദ്യഗൗ? വ്രജയോഷിത. അപ്പോ അന്ന് രാത്രിയിലും ഗോപസ്ത്രീകള് യമുനാ തീരത്ത് ഭഗവാനോട് കൂടെ കളിക്കാനായിക്കൊണ്ട് വന്നിരുന്നു. കൂട്ടത്തിൽ ബലരാമസ്വാമിയും ഉണ്ടായിരുന്നു. മുമ്പിലത്തെ രാസക്രീഡാ സന്ദർഭങ്ങളിൽ കൃഷ്ണൻ മാത്രമേ ഉണ്ടായുള്ളൂ. ഈ പ്രാവശ്യം ഭഗവാൻ തൻ്റെ ജ്യേഷ്ഠനായ ബലരാമസ്വാമിയെയും തനിക്ക് തുല്യം തന്നെയാണ്, അല്ലെങ്കിൽ താൻ തന്നെയാണ് മറ്റൊരു മൂർത്തിയായിട്ട് എന്നുള്ള ആ ഒരു അഭേദഭാവത്തെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഗോപികമാരോടുകൂടെ ക്രീഡ ചെയ്യാനായിക്കൊണ്ട് രാത്രികാലങ്ങളിൽ യമുനാ തീരത്ത് വിഹരിച്ചു. രണ്ട് മൂർത്തികളായിട്ട് വിഹരിച്ച് ഗോപികമാരെ ആനന്ദിപ്പിക്കുകയാണ്. ഉപഗീയമാനൗ ലളിതം സ്ത്രീജനൈർ ബദ്ധസൗഹൃദൈഃ സ്വലംകൃതാനുലിപ്താംഗൗ സ്രഗ്വിണൗ വിരജോംബരൗ. ഉപഗീയമാനൗ ലളിതം സ്ത്രീജനൈർ ബദ്ധസൗഹൃദൈഃ സ്വലംകൃതാനുലിപ്താംഗൗ സ്രഗ്വിണൗ വിരജോംബരൗ. അപ്പോ ബദ്ധസൗഹൃദൈഃ സ്ത്രീജനൈഃ, തങ്ങളോട് നല്ല സൗഹൃദം ബന്ധിച്ചിരിക്കുന്നവർ, നല്ല എന്താ പറയുക സ്നേഹബന്ധമുള്ളവർ, അങ്ങനെയുള്ള സ്ത്രീജനൈഹി സ്ത്രീജനങ്ങളോടുകൂടി ഗോപസ്ത്രീകളോടുകൂടി ലളിതം ഉപഗീയമാനൗ നല്ലതുപോലെ മനോഹരമായിട്ട് അവരുടെ സമീപത്ത് നിന്ന് ഗാനം ചെയ്യുന്നവരായിട്ട്. രണ്ടുപേരും നല്ല പാട്ടുകാരാണ്, രാമനും കൃഷ്ണനും. അപ്പൊ അങ്ങനെ ഉപഗീയമാനൗ സ്വലംകൃത അനുലിപ്താംഗൗ, രണ്ടുപേരും ശരീരം വേണ്ട പോലെ അലങ്കരിച്ചിട്ടുണ്ട്. സ്വലംകൃതൗ, രണ്ടുപേരുടെയും വസ്ത്രാദികളും ആഭരണങ്ങളും ഒക്കെ ധരിച്ച് രാജകുമാരന്മാരെ പോലെ ശോഭിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ദേവന്മാരെ പോലെ ശോഭിക്കുന്നുണ്ട്. അനുലിപ്ത അംഗം, അവരുടെ ശരീരത്തിൽ ലേപനങ്ങൾ, സുഗന്ധദ്രവ്യങ്ങൾ, ചന്ദനാദികളൊക്കെ പൂശിയിട്ടുമുണ്ട്. അപ്പോൾ ഗോപികമാരെ സന്തോഷിപ്പിക്കാനായിട്ട് നല്ല വസ്ത്രം, നല്ല ആഭരണം, നല്ല ലേപനങ്ങളൊക്കെ പുരട്ടിക്കൊണ്ടാണ്, ഗാനം ചെയ്തുകൊണ്ടാണ് സ്ത്രീജനങ്ങളോടുകൂടി വിഹരിക്കുന്നത്, ലളിതമായി പാട്ട് പാടിക്കൊണ്ട്. സ്രഗ്വിണവും വിരജോംബരവും. സ്രഗ്വിണവ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരും സ്രക്ക് ധരിച്ചിട്ടുണ്ട്. സ്രക്ക് എന്ന് പറഞ്ഞാൽ മാല, പൂമാലകളെയാണ് സ്രക്ക് എന്ന് പറയുക. അപ്പൊ പുഷ്പനിർമ്മിതങ്ങളായ വനമാലകൾ ധരിച്ച് രണ്ടുപേരും ഒരേപോലെ രൂപം ധരിച്ച് വിരജോ അംബരവും, അംബരം വസ്ത്രങ്ങളാണ്, രണ്ടുപേരും നല്ല വസ്ത്രങ്ങൾ. വിരജങ്ങൾ എന്ന് പറഞ്ഞാൽ അഴുക്കില്ലാത്തത്, ശുദ്ധമായത് എന്നർത്ഥം. നിർമ്മലങ്ങളായ നല്ല വസ്ത്രങ്ങൾ ധരിച്ചവരായിട്ട്. അപ്പൊ നല്ല വസ്ത്രങ്ങളും നല്ല പൂമാലകളും അതുപോലെ നല്ല അലങ്കാരങ്ങളും ശരീരത്തിൽ സുഗന്ധദ്രവ്യങ്ങളും എല്ലാം പൂശിക്കൊണ്ട് വളരെ ആകർഷണീയമായിട്ടുള്ള രൂപത്തോടുകൂടി രണ്ടുപേരും മനോഹരമായി പാടിക്കൊണ്ട് സ്ത്രീജനങ്ങളോട് സൗഹൃദത്തോടുകൂടി ലീല ചെയ്തു. നിശാമുഖം മാനയന്തൗ ഉദിതോടുപതാരകം മല്ലികാഗന്ധമത്താളിജുഷ്ടം കുമുദവായുനാ. നിശാമുഖം മാനയന്തൗ ഉദിതോടുപതാരകം മല്ലികാഗന്ധമത്താളിജുഷ്ടം കുമുദവായുനാ. അപ്പൊ നിശാമുഖം, നിശാമുഖം എന്ന് പറഞ്ഞാല് രാത്രിയുടെ ആരംഭം എന്നർത്ഥം. നിശയുടെ മുഖം അതെങ്ങനെയുള്ളത്? ഉദിത ഉടുപ താരകം. ഉടുപൻ ചന്ദ്രനാണ്, ഉടുക്കളുടെ പതി, നക്ഷത്രങ്ങളുടെ പതി. താരകങ്ങൾ നക്ഷത്രങ്ങൾ. അപ്പൊ ഉടുപനും നക്ഷത്രങ്ങളും രണ്ടു കൂട്ടരും എന്തുണ്ട്? ഉദിച്ചുയരുകയാണ്. ആകാശത്തില് നക്ഷത്രങ്ങളും ചന്ദ്രനും ഉദിച്ചുയരുന്ന നിശാമുഖം, ആ സന്ധ്യാസമയം എന്നർത്ഥം. അപ്പൊ സന്ധ്യാവേളയിൽ ചന്ദ്രൻ ഉദിക്കുന്നു, നക്ഷത്രങ്ങളും തെളിഞ്ഞു വരുന്നു. മല്ലികാഗന്ധമത്താളി ജുഷ്ടം, മല്ലികപ്പൂക്കൾ, നല്ല വസന്ത ഋതു പോലെയുള്ള കാലമാണ്, അതുകൊണ്ടാണ് മല്ലികപ്പൂക്കളല്ല. അപ്പൊ മല്ലികപ്പൂക്കളുടെയൊക്കെ ഗന്ധം, ആ ഗന്ധം കൊണ്ട് മത്തരായ അളി എന്ന് പറഞ്ഞാൽ വണ്ടുകൾ,
മല്ലികയിലെ തേൻ കുടിക്കാനും മറ്റുമായിട്ട് മതിച്ചു വരുന്നതായിട്ടുള്ള വണ്ടുകളുടെ കൂട്ടം, അതുകൊണ്ട് ജുഷ്ടം സേവിക്കപ്പെടുന്നതായിട്ട്. അപ്പൊ ഈ അന്തരീക്ഷത്തിൽ ധാരാളം വണ്ടുകൾ മൂളി പറന്നുകൊണ്ട് ഈ മല്ലികയിലെ എന്താ പറയുക ഗന്ധം നുകർന്നുകൊണ്ട്, തേൻ നുകർന്നുകൊണ്ട് പാറിപ്പറക്കുന്നു. അങ്ങനെയുള്ള വണ്ടുകളോട് സേവിക്കപ്പെട്ടതായിട്ടുള്ള കുമുദവായു ആമ്പൽ വിരിഞ്ഞിട്ടുണ്ട് ജലാശയങ്ങളിൽ. അതിൻ്റെ സുഗന്ധത്തോടു കൂടിയതായിട്ടുള്ള മന്ദമാരുതൻ കരയിലേക്ക് വീശുന്നുണ്ട്. അപ്പോൾ ആ ശീതളം ആയിട്ടുള്ള വായുവാണ് എന്നും ഉറപ്പ്. കാരണം ജലാശയത്തിൽ നിന്ന് വരുന്ന കാറ്റാണ്. ഇപ്പോൾ രാത്രികാലങ്ങളിൽ ജലാശയത്തിൽ നിന്ന് വരുന്ന കാറ്റിന് നല്ല തണുപ്പായിരിക്കും. അപ്പോൾ തണുപ്പോടുകൂടിയ സുഗന്ധത്തോടു കൂടിയതായിട്ടുള്ള വായു വീശുന്നുണ്ട്. അങ്ങനെയുള്ള അവർ രണ്ടുപേരും നിശാമുഖം മാനയന്തവും ആ സന്ധ്യാവേളകളെ നല്ലപോലെ എന്താ പറയുക സന്തോഷിപ്പിച്ചുകൊണ്ട്, എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ട് എന്നർത്ഥം, സൽക്കരിച്ചുകൊണ്ട് എന്നൊക്കെ അർത്ഥം. സന്ധ്യയെ സൽക്കരിക്കുക എന്നുവെച്ചാൽ സന്ധ്യയെ ശരിക്കും ഉപയോഗിക്കുക, ആഘോഷിക്കുക എന്നർത്ഥം. അപ്പോഴാണ് സന്ധ്യയെ സൽക്കരിക്കുക. സന്ധ്യയെ അവഗണിക്കുകയല്ല, സന്ധ്യയെ ബഹുമാനിക്കുക. ഇവിടെ നിശാമുഖം മാനയന്തൗ രണ്ടുപേരും വിചഹ്രതുഹു അവരുടെ വിഹാരം തുടരുകയാണ്. അപ്പൊ അവരുടെ വിഹാരത്തിന്റെ ഭാഗമായിട്ട് ഗാനം ചെയ്യുന്നതിനെ കുറിച്ച് കൂടുതൽ വിസ്തരിച്ചു പറയുന്നു. ജഗതുഹു സർവഭൂതാനാം മനഃശ്രവണമംഗളം തൗ കൽപ്പയന്തൗ യുഗപത് സ്വരമണ്ഡലമൂർച്ഛിതം. ജഗതുഹു സർവഭൂതാനാം മനഃശ്രവണമംഗളം തൗ കൽപ്പയന്തൗ യുഗപത് സ്വരമണ്ഡലമൂർച്ഛിതം. ജഗതുഹു എന്ന് പറഞ്ഞാൽ രണ്ടുപേരും പാടി എന്നാണ്. ജഗൗ എന്ന് ഏകവചനം. ഒരാൾ പാടുമ്പോൾ ജഗൗ, രണ്ടുപേര് പാടുമ്പോൾ ജഗതുഹു. മൂന്നോ അധികമോ ഉണ്ടെങ്കിലോ ജഗുഹു എന്നാവും. അനേകം പേർ പാടി. അപ്പൊ ഇവിടെ ജഗതുഹു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ രണ്ടുപേർ പാടി. ആരാ രണ്ടുപേര്? രാമകൃഷ്ണവും. അപ്പൊ രാമകൃഷ്ണവും ജഗതുഹു. എങ്ങനെ? യുഗപത് എന്ന് പറയുന്നുണ്ട്. യുഗപത് ഒരേ സമയത്ത്, അല്ലേ? നല്ല വളരെ കാലം ഒരുമിച്ച് അഭ്യസിച്ചിട്ടുള്ള സംഗീതജ്ഞന്മാർക്ക് മാത്രമേ ഒന്നിച്ച് പാടാൻ പറ്റുള്ളൂ. ഒരേ സ്വരത്തിൽ, ഒരേ ആരോഹണ അവരോഹണ ക്രമത്തിൽ, ഒരേ സംഗതികളോട് കൂടിയിട്ടൊക്കെ പാടണമെങ്കിൽ നല്ല ചേർച്ചയുണ്ടാവണം എന്നർത്ഥം, അല്ലേ? നമ്മുടെ സംഗീതത്തിൽ ഒരുപാട് ബ്രദേഴ്സ് ഉണ്ട്. ജയവിജയന്മാരെ പോലെയുള്ള ബ്രദേഴ്സ്, അതുപോലെ സിസ്റ്റേഴ്സ് ഉണ്ട്, പല സിസ്റ്റേഴ്സ് ഉണ്ട്, അല്ലേ? ശൂലമംഗലം സിസ്റ്റേഴ്സ്, അല്ലെങ്കിൽ ബോംബെ സിസ്റ്റേഴ്സ്, ചെന്നൈ സിസ്റ്റേഴ്സ്, ലളിത സിസ്റ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ പല സിസ്റ്റേഴ്സ് ഉണ്ട്. അവരൊക്കെ ഒന്നിച്ച് അഭ്യസിക്കും. ഒരേ സ്വരത്തിൽ പാടി 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 അവർക്ക് ഒരു താതാത്മ്യം, ഒരു ട്യൂണിങ് രണ്ടുപേരും തമ്മിൽ വന്നിട്ടുണ്ടാവും. ഇവിടെ രാമകൃഷ്ണന്മാര് അതുപോലെ, അല്ലെ? എന്നും വൃന്ദാവനത്തിൽ പശുക്കളെ മേയ്ക്കാൻ പോകുമ്പോൾ രണ്ടുപേരും ഒന്നിച്ച് പാടി പഴക്കമുണ്ട്. പിന്നെ രണ്ടുപേരും ആരാ? ഈശ്വരന്മാരാണ്. അവർക്ക് വല്ല ഭേദഭാവമുണ്ടോ? അപ്പൊ രണ്ടുപേരും ഒന്നാണെന്ന് സൂചിപ്പിക്കുന്ന ലക്ഷണങ്ങളാണിതെല്ലാം. രണ്ടും തമ്മിൽ ഭേദമില്ല, രണ്ട് മൂർത്തികളേ ഉള്ളൂ, അല്ലേ? ജീവബ്രഹ്മ ഐക്യമാകുന്ന രാസക്രീഡ കഴിഞ്ഞതോടു കൂടിയിട്ട് ഇവിടെ ജീവഭാവമാണ്, അഥവാ അഹങ്കാര തത്വമാണ് ബലരാമസ്വാമി. ഭഗവാൻ ആത്മതത്വമാണ്, പരമാത്മതത്വമാണ്. ഈ രണ്ടും കൂടിയുള്ള ഒരു മേളനത്തിന്റെ ആഹ്ലാദത്തെ, ആനന്ദത്തെ സൂചിപ്പിക്കുന്നതാണ് ഈ രണ്ടുപേരും ചേർന്നിട്ടുള്ള ഈ ഗാന ആലാപനവും അവരുടെ ക്രീഡകളുമെല്ലാം. അവരുടെ രൂപഭാവങ്ങൾ, വേഷങ്ങളെല്ലാം ഒരേപോലെ അവർ ചെയ്തുകൊണ്ടാണ്, ഭേദഭാവന ഇല്ലാതെയാണ് ഗോപികമാരെ സന്തോഷിപ്പിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഈ ഒരു ആത്മസാക്ഷാത്കാരം നേടിക്കഴിയുന്ന ഒരു മഹാത്മാവിന് പിന്നെ എന്താ പറയുക, അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള ഒരു കളികൾ ഉണ്ടാവില്ല.
അഹങ്കാരത്തിൻ്റെതായിട്ടുള്ള ഭേദബുദ്ധി ഉണ്ടാവില്ല എന്ന് പറയുക. ഒന്നായി തീരും. പിന്നെ ആനന്ദം മാത്രമാണ് അവിടെ അനുഭവം. അപ്പോൾ അതിൻ്റെ ഒരു പരോക്ഷമായിട്ടുള്ളൊരു വർണ്ണന കൂടിയായിട്ട് നമുക്കിതിനെ ഭാവിക്കാം, ഇതിനെ കാണാം. രണ്ടുപേരും നല്ല ഉച്ചത്തില് പാടുകയാണ്. സ്വരമണ്ഡലമൂർച്ഛിതം, സ്വരസമൂഹങ്ങളുടെ മൂർച്ച എന്ന് പറഞ്ഞാൽ നല്ല ആരോഹണ ക്രമത്തിലും മറ്റുമൊക്കെ ആയിട്ട് ഉച്ചത്തിൽ രണ്ടുപേരും കൽപ്പയന്തൗ തൗ, ആ ഗാനങ്ങളെ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞാൽ പ്രയോഗിക്കുന്നു, ഗാനവിസ്താരം ചെയ്യുന്നു. അങ്ങനെയുള്ളവര് തൗ സർവഭൂതാനാം മനഃശ്രവണമംഗളം ജഗതുഹു, കേൾക്കുന്നതായിട്ടുള്ള സകല ഭൂതങ്ങൾക്കും മനസ്സിനും ശ്രവണത്തിനും, കേൾക്കുന്നവരുടെ മനസ്സിനെ ഹരിക്കുന്നതും ശ്രോത്രേന്ദ്രിയങ്ങൾക്ക് ആനന്ദം നൽകുന്നതുമായിട്ടുള്ള മംഗളമായിട്ടുള്ള ഗാനത്തെ ജഗതുഹു ഗാനം ചെയ്തു. അപ്പൊ രണ്ടുപേരും കൂടി നന്നായി ഗാനം ചെയ്തു, കേൾക്കുന്നവർക്കെല്ലാം ആനന്ദം നൽകിക്കൊണ്ട്, ശ്രവണത്തിനും മനസ്സിനും മംഗളം നൽകിക്കൊണ്ട് പാട്ടുപാടി. അവർ രണ്ടുപേരും തമ്മിൽ അത്രയും ഒരു ട്യൂണിങ് ഉണ്ടായിരുന്നു, ഹാർമണി ഉണ്ടായിരുന്നു. ജഗതുഹു സർവഭൂതാനാം മനഃശ്രവണമംഗളം തൗ കൽപ്പയന്തൗ യുഗപത് സ്വരമണ്ഡലമൂർച്ഛിതം ഗോപ്യസ്തദ്ഗീതമാകർണ്യ മൂർച്ഛിതാ നാവിദൻ നൃപ സ്രംസദ്ദുകൂലമാത്മാനം സ്രസ്തകേശസ്രജം തതഃ. ഗോപ്യസ്തദ്ഗീതമാകർണ്യ മൂർച്ഛിതാ നാവിദൻ നൃപ സ്രംസദ്ദുകൂലമാത്മാനം സ്രസ്തകേശസ്രജം തതഃ. അല്ലയോ നൃപ, അല്ലയോ പരീക്ഷിത് രാജാവേ, കേൾക്കൂ. തദ്ഗീതമാകർണ്യ ഗോപ്യ മൂർച്ഛിതാഹ, അവരുടെ രണ്ടുപേരുടെയും ചേർന്നുള്ള ആ ഉച്ചത്തിലുള്ള ആരോഹണക്രമത്തിലും മറ്റുമൊക്കെ ഉള്ളതായിട്ടുള്ള ആ ഗാനം കേട്ട്, തദ്ഗീതം ആകർണ്യ, രാമകൃഷ്ണന്മാരുടെ ഗീതത്തെ കേട്ടിട്ട് മൂർച്ഛിതാഹ, മൂർച്ഛിത എന്ന് പറഞ്ഞാലോ അവര് ദേഹഭാവമെല്ലാം പോയി. അപ്പോ തദ്ഗീതമാകർണ്യ ഗോപ്യ മൂർച്ഛിതാഹ, ഗോപികമാരെല്ലാം മറന്ന് അത് ആസ്വദിക്കുകയാണ്. ഒരു മൂർച്ഛ എന്നുള്ളതായിട്ടുള്ള ഒരു ഭാവം, മോഹം ബാധിച്ച ഭാവം എന്ന് പറഞ്ഞാൽ സ്ഥലകാല ഭ്രമം എല്ലാം പോയി, അഥവാ ഭേദഭാവന ഇല്ലാത്ത ഒരു ആനന്ദത്തിന്റെ ഉന്മാദ അവസ്ഥയെ അവർ പ്രാപിച്ചു എന്നർത്ഥം. തദ്ഗീതമാകർണ്യ മൂർച്ഛിതാഹ ഗോപ്യ, ആ ഗോപികമാർ സ്രംസദ്ദുകൂലം സ്രസ്തകേശസ്രജം ആത്മാനം നാവിദൻ, അവരുടെ ദേഹത്തെക്കുറിച്ചോ അവരവരെ കുറിച്ചോ അവര് അവിദൻ, അവിദൻ എന്ന് പറഞ്ഞാൽ അവിദൻ അറിഞ്ഞില്ല, അവിദൻ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നാണ്, അവിദൻ അറിഞ്ഞില്ല. അപ്പൊ അവരുടെ ദേഹഭാവം, ദേഹബോധം അവർക്ക് നഷ്ടപ്പെട്ടു എന്നർത്ഥം. എങ്ങനെ? സ്രംസദ്ദുകൂലം, അവരുടെ ദുകൂലം, അവർ ധരിച്ചിരിക്കുന്ന പട്ടുവസ്ത്രങ്ങളെല്ലാം സ്രംസിക്കുന്നുണ്ട്. ചിലപ്പോൾ അവർ നൃത്തം ചെയ്യുമ്പോൾ അത് അഴിഞ്ഞു പോകുന്നുണ്ട്, അവരുടെ അരയിൽ നിന്ന് വസ്ത്രങ്ങളെല്ലാം അഴിഞ്ഞു പോകുന്ന രീതിയിൽ ഉന്മാദാവസ്ഥയിൽ ആനന്ദത്തിൽ അവർ നൃത്തം ചെയ്യുകയാണ്. അങ്ങനെ എന്താ പറയുക, സ്രംസദ്ദുകൂലം സ്രസ്ത കേശസ്രജം, അവരുടെ കേശം തലമുടി, അതിലെ സ്രജം മാല. അപ്പൊ തലമുടിയിലെ മാലകളൊക്കെ അഴിഞ്ഞ് കൊഴിഞ്ഞു വീഴുന്നുണ്ട്, അതാണ് സ്രംസിക്കുന്നു. അപ്പൊ തലമുടി അഴിഞ്ഞ്, മുടിക്കെട്ട് അഴിഞ്ഞ് അതിൽ നിന്നുള്ള മല്ലികയും മറ്റൊക്കെ മാലകളൊക്കെ ചൂടിയിരുന്നതെല്ലാം ആ മാലകൾ അഴിഞ്ഞു വീഴുന്നു. അതും അവര് അറിയുന്നില്ല. ആത്മാനം, അവരുടെ ദേഹത്തെക്കുറിച്ചും അവർക്ക് യാതൊരു ചിന്തയുമില്ല, അറിയുന്നില്ല. അപ്പൊ എല്ലാം മറന്ന് ആ ആനന്ദ നൃത്തം ചെയ്യുകയാണ് ഗോപികമാരും എന്നർത്ഥം. അപ്പൊ ആ ഒരു എന്താ പറയുക, ആത്മജ്ഞാനം നേടിയ ഒരു മഹാത്മാവിന്റെ ഒരവസ്ഥ, അല്ലെങ്കിൽ ഒരു സമാധി ഭാവം, ദേഹഭാവബോധമില്ലാത്ത ആ രാമകൃഷ്ണന്മാരുടെ ഗാനത്തെ ആസ്വദിച്ചുകൊണ്ടുള്ളതായിട്ടുള്ള അവരുടെ ക്രീഡ,
ഗോപ്യഃ തദ്ഗീതമാകർണ്യമൂർച്ഛിതാ നാവിദൻ നൃപ സ്രംസദ്ദുകൂലമാത്മാനം സ്രസ്തകേശസ്രജം തതഃ ഏവം വിക്രീഡതോ സ്വൈരം വിഖ്യാതോ ധനദാനുചരോഭ്യഗാത് ഏവം വിക്രീഡതോഃ സ്വൈരം ഗായതോഃ സംപ്രമത്തവത് ശംഖചൂഢ ഇതി ഖ്യാതോ ധനദാനുചരോഭ്യഗാത്. ഇപ്പൊ ഇങ്ങനെ രാമകൃഷ്ണന്മാർ പാട്ടുപാടി ഗോപികമാരുടെ ഹൃദയം കവർന്ന് അവരുടെ മനസ്സ് എന്താ പറയുക, ഈ പാട്ടിനനുസരിച്ച് ആനന്ദിച്ചുകൊണ്ട് അവരിങ്ങനെ ഒരു മൂർച്ഛാവസ്ഥയിൽ, ഉന്മാദാവസ്ഥയിൽ, ദേഹബോധം പോലും ഇല്ലാതെ നൃത്തം ചെയ്യുന്നു. ആ സന്ദർഭത്തിലാണ് ഏവം വിക്രീഡതോഹോ സ്വൈരം ഗായതോഹോ സംപ്രമത്തവത്. ഏവം ഇപ്രകാരം സംപ്രമത്തവത്, സമ്യക്കായി പ്രമത്തരായിരിക്കുന്നത് പോലെ, നല്ലതുപോലെ പ്രമാദം എന്ന് വെച്ചാൽ ആ ഒരു സന്തോഷാധിക്യം കൊണ്ട് പരിസരം മറന്നവർ, ചുറ്റുപാടുകളെ മറന്നവർ, കാലദേശങ്ങളെ മറന്നവർ, അങ്ങനെയുള്ള സംപ്രമത്തവത് സ്വൈരം ഗായതോഹോ. അവർ രണ്ടുപേരും രാമകൃഷ്ണന്മാർ സ്വൈരമായിട്ട് സ്വതന്ത്രമായിട്ട് ആരെയും പേടിക്കാതെ പാട്ടുപാടുകയാണ്. അല്ലേ, തുറന്ന് പാടുക എന്ന് പറയും, ഒരു ലജ്ജയുമില്ലാതെ പാടുക. അങ്ങനെ ഗാനം ചെയ്യുമ്പോൾ വിക്രീഡതോഹോ, രണ്ടുപേരും കളിക്കുന്നുണ്ട്. ഇവരുടെ ഒപ്പം ഈ സ്ത്രീകളുടെ ഒപ്പം ക്രീഡയും ചെയ്യുന്നുണ്ട്, നൃത്താദികളൊക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ വിക്രീഡതോഹോ തയോഹോ, അവരങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ശംഖചൂഢഃ ഇതി ഖ്യാതഃ ധനദ അനുചരഃ അഭ്യഗാത്. ശംഖചൂഢൻ എന്ന് ഖ്യാതി കേട്ട പ്രശസ്തനായ ധനദന്റെ അനുചരൻ, ധനദൻ കുബേരനാണ്, കുബേരന്റെ അനുചരൻ എന്ന് പറയുമ്പോൾ ഒരു യക്ഷപ്രമുഖൻ എന്നർത്ഥം. പേര് കേട്ടവനാണ്, ഖ്യാതനാണ്, മോശക്കാരനല്ല. അപ്പൊ കുബേരന്റെ റൈറ്റ് ഹാൻഡ് ആയിട്ടുള്ള ഒരാള്, കുബേരന് വളരെ വേണ്ടപ്പെട്ടതായിട്ടുള്ള ഒരാള്. കുബേരനോ യക്ഷന്മാരുടെ മുഴുവൻ രാജാവാണ്, വടക്ക് ദിക്കിന്റെ രാജാവാണ്, ധനത്തിന്റെ അധിപതിയാണ്. അങ്ങനെ എല്ലാ യോഗ്യതയും തികഞ്ഞ ആ കുബേരന്റെ ഭൃത്യൻ അല്ലെങ്കിൽ കുബേരന്റെ അനുചരനായിട്ടുള്ള ഒരാള് ധനദാനുചരഃ അഭ്യഗാത്. അഭ്യഗാത് നേരിട്ട് വന്നു, അവിടേക്ക് വന്നു എന്നർത്ഥം. കൃഷ്ണരാമന്മാരും ഗോപികമാരും കൂടി ഇങ്ങനെ കളിക്കുന്നതായിട്ടുള്ള സന്ദർഭത്തിൽ അവരെല്ലാം മറന്ന് കളിക്കുകയാണ്. അപ്പൊ ഈ ഇങ്ങനൊരാള്, ഒരു അപരിചിതൻ വരുന്നതൊന്നും അവർ ശ്രദ്ധിച്ചിട്ടില്ല, അവരുടെ മനസ്സ് അവിടെയൊന്നും ഇല്ല. അതുകൊണ്ട് എല്ലാവരും കളിയിൽ ആനന്ദമായിട്ട് മുഴുകിയിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ശംഖചൂഢൻ എന്ന ധനദാനുചരന്റെ വരവ്. തയോർ നിരീക്ഷതോ രാജൻ തന്നാഥം പ്രമദാജനം ക്രോശന്തം കാലയാമാസ ദിശി ഉദീച്യാം അശങ്കിതഃ. തയോർ നിരീക്ഷതോ രാജൻ തന്നാഥം പ്രമദാജനം ക്രോശന്തം കാലയാമാസ ദിശി ഉദീച്യാം അശങ്കിതഃ. അപ്പൊ ഇവരിങ്ങനെ പ്രമത്തരായി ഉല്ലാസത്തിൽ പാടിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തില് ഈ ശംഖചൂഢൻ എന്ത് ചെയ്തു എന്ന് പറയണം. അല്ലയോ രാജാവേ, പരീക്ഷിത് രാജാവേ, തന്നാദം ക്രോശന്തം പ്രമദാജനം തയോഹോ നിരീക്ഷതോഹോ അശങ്കിതഃ ഉദീച്യാം ദിശി കാലയാമാസ. അപ്പോ ഈ ശംഖചൂഢൻ എന്ന യക്ഷൻ അശങ്കിത, അതിനെക്കുറിച്ച് പറയുന്നു, യാതൊരു ശങ്കയും കൂടാതെ. വിനാശകാലേ വിപരീത ബുദ്ധി എന്ന് പറയും പോലെ നല്ല ധൈര്യം അവന്, ഒരു ശങ്കയില്ല. എന്താ കാരണം? ഇവരൊക്കെ മതിച്ചിങ്ങനെ പാട്ടുപാടി അതിൽ മുഴുകിയിരിക്കുമ്പോൾ തന്നെ ഒന്നും ചെയ്യില്ല, അവർക്ക് അതിനുള്ള കഴിവില്ല, താൻ ശക്തനാണ്, താൻ കുബേരന്റെ ഭൃത്യനാണ്, ആരാ മോൻ എന്നുള്ള ഭാവത്തില് അഹങ്കാരത്തോട് കൂടിയിട്ട് അവൻ വന്നതാണ്. അപ്പൊ അഹങ്കാരത്തിന്റെ ഒരു മൂർത്തിഭാവം തന്നെയാണ് ഈ ശംഖചൂഢൻ. അതുകൊണ്ടാണ് അശങ്കിത എന്ന് പറഞ്ഞത്. യാതൊരു ലജ്ജയും ശങ്കയും ഭയവും ഒന്നും കൂടാതെ അവൻ വന്നു. എന്നിട്ട് തന്നാദം, ഭഗവാനാകുന്ന നാഥനോട് കൂടിയവരാണ് ഈ ഗോപികമാര്. അവർ ക്രോശന്തം നിലവിളിച്ചു കരയുന്നുണ്ട്. അങ്ങനെയുള്ള പ്രമദാജനം, ആ സ്ത്രീജനങ്ങളെ, ഗോപികാജനങ്ങളെ തയോഹോ നിരീക്ഷതോഹോ,
രാമകൃഷ്ണന്മാർ രണ്ടുപേരും നോക്കി നിൽക്കേ തന്നെ അവരുടെ കണ്ണിന്റെ മുമ്പിൽ വെച്ച് തന്നെ യാതൊരു ശങ്കയും കൂടാതെ ഉദീച്യാം ദിശി കാലയാമാസ. ഉദീച്ചി എന്ന് പറഞ്ഞാൽ വടക്ക്, കുബേരന്റെ ദിക്ക് വടക്കാണ്. അപ്പൊ സ്വന്തം രാജ്യത്തേക്ക്, സ്വന്തം അല്ലെ സാമ്രാജ്യത്തിലേക്ക് തട്ടിക്കൊണ്ടുപോവുകയാണ്. അതാണ് ഉദീച്യാം ദിശി കാലയാമാസ. കാലയാമാസ എന്ന് പറഞ്ഞാൽ അവരെ എല്ലാവരും കൂടി കലനം ചെയ്ത് കൊണ്ടുപോയി. കലനം ചെയ്യുക എന്ന് പറഞ്ഞാൽ കൂട്ടുക, എല്ലാവരെയും കൂടി കൂട്ടി എന്താ പറയുക, തള്ളിക്കൊണ്ട് വലിച്ചുകൊണ്ട് ആകർഷിച്ചുകൊണ്ട് തൻ്റെ സ്ഥാനത്തേക്ക്, വടക്ക് ദിക്കിലേക്ക്, കുബേരന്റെ ദിക്കിലേക്ക് ഈ ശംഖചൂടൻ ഭയം കൂടാതെ ഭഗവാന്മാർ രണ്ടുപേരും നോക്കി നിൽക്കെ തന്നെ കൊണ്ടുപോയി. ഇവര് പാട്ടിലും അല്പനേരത്തേക്ക് ശ്രദ്ധിച്ചില്ല എന്ന് വേണമെങ്കിൽ പറയാം. അപ്പൊ അവരുടെ ആ ഒരു അശ്രദ്ധയെ, ആ ഒരു ഉന്മാദ അവസ്ഥയെ മുതലെടുത്തുകൊണ്ടാണ് ഇവൻ ഇത് ചെയ്യുന്നത് അല്ലേ. നമ്മുടെയൊക്കെ വീടുകളിൽ പല വീടുകളിൽ കല്യാണാഘോഷങ്ങൾ, അല്ലെങ്കിൽ പിറന്നാളാഘോഷങ്ങൾ, അല്ലെങ്കിൽ ഓണം, ദീപാവലി പോലെയുള്ളതായിട്ടുള്ള ആഘോഷങ്ങൾ കൂട്ടമായിട്ടൊക്കെ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ചില കള്ളന്മാർ വന്ന് അവര് പലതും അപഹരിച്ചുകൊണ്ട് പോകും. കുട്ടികളെ തട്ടിക്കൊണ്ടു പോകാം, അങ്ങനെ പലതും സംഭവിക്കാം അല്ലേ. അപ്പം അതുപോലെ ഒരു സന്ദർഭമാണ് ഇവിടെ. എല്ലാവരും ആ ആനന്ദത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഈ ശംഖചൂടൻ യാതൊരു സംശയവും കൂടാതെ ഈ ഗോപികമാരെ തട്ടിക്കൊണ്ടുപോവാണ് വടക്ക് ദിക്കിലേക്ക്. ക്രോശന്തം കൃഷ്ണരാമേതി വിലോക്യ സ്വപരിഗ്രഹം യഥാ ഗാദസ്യുനാഗ്രസ്ത ഭ്രാതരൗ അന്വധാവതാം. ക്രോശന്തം കൃഷ്ണരാമേതി വിലോക്യ സ്വപരിഗ്രഹം യഥാ ഗാദസ്യുനാഗ്രസ്ത ഭ്രാതരൗ അന്വധാവതാം. അപ്പോ അവര് സ്ത്രീകള് കൃഷ്ണ രാമ ഇതി ക്രോശന്തം നിലവിളിച്ച് കരയുന്നുണ്ട് എന്നർത്ഥം. രാമന്റെയും കൃഷ്ണന്റെയും പേര് വിളിച്ചുകൊണ്ട് കരയുന്നുണ്ട്. അങ്ങനെ കരയുന്നവരായ സ്വപരിഗ്രഹം വിലോക്യ. സ്വപരിഗ്രഹം എന്ന് പറഞ്ഞാൽ തങ്ങളുടെ ബന്ധുജനങ്ങളെ, തങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ, തങ്ങൾക്ക് പ്രിയതമകളായിരിക്കുന്ന ആ സഖികളായ ഗോപികമാരെ കണ്ടു. സ്വപരിഗ്രഹം വിലോക്യ എന്തായിട്ട്? ദസ്യുനാഗ്രസ്താഹ. ദസ്യു എന്ന് പറഞ്ഞാൽ കള്ളൻ, ചോരൻ. കള്ളനായ ശംഖചൂടനാൽ ഗ്രസിക്കപ്പെട്ട് അപഹരിക്കപ്പെട്ട് കൊണ്ടുപോകുന്നു. ഏതുപോലെ? ഗാഹായത, പശുക്കളെ അപഹരിച്ചു കൊണ്ടുപോകുന്ന കള്ളനെ പോലെ അല്ലേ. കള്ളന്മാർ വന്ന് പശുക്കളെ കൂട്ടത്തോടുകൂടി അപഹരിച്ചുകൊണ്ട് പോകാറുണ്ട്. അപ്പൊ അതുപോലെ ഈ ഗോപസ്ത്രീകളെ പശുക്കളെ ആട്ടിക്കൊണ്ടു പോകുന്നത് പോലെ വലിച്ചഴച്ചു കൊണ്ടുപോകുന്നത്. വിലോക്യ ഭ്രാതരൗ അന്വധാവതാം. ഭ്രാതരൗ, ആ രണ്ട് സഹോദരന്മാർ, രാമകൃഷ്ണന്മാർ രണ്ടുപേരും അന്വധാവതാം, അനുധാവനം ചെയ്തു എന്ന് വെച്ചാൽ ഈ ശംഖചൂടന്റെ പുറകെ പാഞ്ഞു എന്നർത്ഥം. ആ ഗോപികമാരെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് ശംഖചൂടന്റെ പുറകെ ആക്രമിക്കാനായിക്കൊണ്ട് പാഞ്ഞു. ഇവരെ മോചിപ്പിക്കാനായിക്കൊണ്ട് രണ്ടുപേരും പിന്നിൽ പാഞ്ഞു. അപ്പോ തങ്ങളുടെ പരിഗ്രഹം എന്ന് പറഞ്ഞതിലൂടെ തങ്ങളെ തന്നെ ആശ്രയിച്ചിരിക്കുന്ന ആ സ്ത്രീജനങ്ങളുടെ കരച്ചിൽ കേട്ട് കരുണാമൂർത്തിയായ ഭഗവാന് സഹിച്ചില്ല. അതുകൊണ്ട് അവരെ രക്ഷിക്കാനായിക്കൊണ്ട് ഭഗവാൻ പോവുകയാണ്. മാ ബൈഷ്ടേത്യഭയാരാവൗ സാലഹസ്തൗ തരസ്വിനൗ ആസേദുസ്തം തരസാ ത്വരിതം ഗുഹ്യകാധമം. മാ ബൈഷ്ടേത്യഭയാരാവൗ സാലഹസ്തൗ തരസ്വിനൗ ആസേദുസ്തം തരസാ ത്വരിതം ഗുഹ്യകാധമം. മാ ബൈഷ്ട. മാ ബൈഷ്ട എന്ന് പറഞ്ഞാൽ എന്താ? മാ അരുത്, എന്ത്? ബൈഷ്ട, ഭയപ്പെടരുത്. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങൾ രക്ഷിച്ചു കൊള്ളാമെന്ന് അവർക്ക് അഭയം നൽകിക്കൊണ്ട്, സ്ത്രീകൾക്ക് ഭയം നീക്കിക്കൊണ്ട്. മാ ബൈഷ്ട ഇതി അഭയ ആരാവൗ. അഭയാരാവൗ, അഭയ ശബ്ദം ഉണ്ടാക്കുന്നവർ എന്നർത്ഥം. അപ്പൊ രാമനും കൃഷ്ണനും പറയുന്നുണ്ട് നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ പേടിക്കണ്ട എന്ന് അഭയ ശബ്ദം ഉണ്ടാക്കുന്നവരായിക്കൊണ്ട്. സാലഹസ്തൗ, അപ്പോഴേക്കും രണ്ടുപേരും അവിടെയുള്ള വൃക്ഷങ്ങളെ പുഴക്കിയെടുത്തു. സാലവൃക്ഷങ്ങളെ.
സാലം എന്ന് പറഞ്ഞാൽ നല്ല ഉയരത്തിൽ വളരുന്ന പന പോലെയുള്ളതായിട്ടുള്ള വൃക്ഷങ്ങൾ. അപ്പോൾ നല്ല തടിയുള്ള ഉയരത്തിലുള്ളതായിട്ട് രണ്ട് വൃക്ഷങ്ങൾ രണ്ടാളും പുഴക്കിയെടുത്തു, ശക്തന്മാരാണെന്ന് കാണിച്ചുകൊണ്ട്. അപ്പോൾ സാലഹസ്തൗ, സാലം എന്ന വൃക്ഷത്തെ കയ്യിൽ ധരിച്ചവരായിക്കൊണ്ട്, തരസ്വിനൗ, വളരെ വേഗത്തോടു കൂടിയവരായിട്ട്, ആവേശത്തോടു കൂടിയവരായിട്ട്, അല്ല തണുപ്പന്മാരായിട്ടല്ല എന്നർത്ഥം, രക്ഷിക്കാനുള്ള വ്യഗ്രത. അങ്ങനെ തരസാ ഗുഹ്യകാതമം തം ത്വരിതം ആസേദതുഹു, തരസാ വളരെ വേഗത്തില് ബലത്തോടു കൂടിയിട്ട്, ഗുഹ്യക അധമം, ഗുഹ്യകന്മാരിൽ വെച്ച് നീചനായ, ഗുഹ്യകന്മാരെന്ന് വെച്ചാൽ യക്ഷന്മാര്, കുബേരന്റെ ഭൃത്യന്മാരെ ഗുഹ്യകന്മാരെന്ന് പറയും. അപ്പോൾ ആ യക്ഷന്മാരിൽ വെച്ച് നീചനായിട്ടുള്ള അധമനായിരിക്കുന്ന തം, ആ ശംഖചൂടനെ, ത്വരിതം ആസേദതുഹു, വളരെ വേഗത്തിൽ രണ്ടുപേരും പ്രാപിച്ചു. ആസേദതു എന്ന് പറഞ്ഞാൽ ദ്വിവചനമാണ്, രണ്ടുപേരും അടുത്തേക്ക് പാഞ്ഞു ചെന്നു എന്നർത്ഥം. സവീക്ഷ്യതൗ അനുപ്രാപ്തൗ കാലമൃത്യു ഇവോദ്വിജൻ വിസൃജ്യ സ്ത്രീജനം മൂഢഃ പ്രാദ്രവജ്ജീവിതേച്ഛയാ. സവീക്ഷ്യ തൗ അനുപ്രാപ്തൗ കാലമൃത്യു ഇവോദ്വിജൻ വിസൃജ്യ സ്ത്രീജനം മൂഢഃ പ്രാദ്രവജ്ജീവിതേച്ഛയാ. സവീക്ഷ്യ തൗ അനുപ്രാപ്തൗ, തൗ ആ രണ്ടുപേരും, അനുപ്രാപ്തൗ അടുത്തേക്ക് പിന്നാലെ വരുന്നതായിട്ട് വീക്ഷ്യ കണ്ടിട്ട്, സഹ ശംഖചൂഡ ആ ശംഖചൂടൻ ഭയപ്പെട്ട്, ഉദ്വിജൻ എന്ന് പറയുന്നുണ്ട്, ഉദ്വിജൻ ഉദ്വേഗത്തോടു കൂടിയവനായിട്ട്. എന്തായിട്ടാ കാണുന്ന രാമകൃഷ്ണന്മാരെ? കാലമൃത്യു ഇവ, ദ്വിവചന ശബ്ദമാണ്. കാലമൃത്യു, കാലശ്ച മൃത്യുശ്ച. അപ്പൊ കാലൻ എന്ന് പറയുന്നത് യമനാണ്. യമന്റെ ഒരു എന്താ പറയുക, ദൂതനെ പോലെ പ്രവർത്തിക്കുന്ന ആളാണ് മൃത്യു. രണ്ടും ഒന്നായിട്ടും പറയും. രണ്ടായിട്ട് പറഞ്ഞാൽ കാലൻ ഈ ഓരോരുത്തരുടെയും കാലത്തിനനുസരിച്ച് അവരവരുടെ മൃത്യുവെ നിശ്ചയിക്കുന്ന ആള്, എന്നിട്ട് അവരുടെ നേരെ മൃത്യു എന്ന ദേവനെ പറഞ്ഞയക്കുന്ന ആള്. അപ്പോൾ ഒരാൾ കാലൻ, ഒരാൾ മൃത്യു എന്ന മട്ടില് ശ്രീകൃഷ്ണ ഭഗവാൻ കാലനും വേണമെങ്കിൽ ബലരാമസ്വാമി മൃത്യുവുമായിട്ട്, അങ്ങനെ രണ്ടു പേരായിട്ട് തടുക്കാൻ കഴിയാത്ത മരണസമയം അന്തകൻ എന്ന പോലെ തന്റെ നേരെ വരുന്നതായിട്ട് കണ്ട് ഭയപ്പെട്ട്, ഉദ്വിജന് സ്ത്രീജനം വിസൃജ്യ, പിടിച്ചുകൊണ്ടുപോകുകയായിരുന്ന സ്ത്രീജനങ്ങളെല്ലാം ഉപേക്ഷിച്ചു. ഇനിയിപ്പോ സ്വന്തം പ്രാണന് തന്നെയാ വലുത്, സ്ത്രീജനൊന്നും വേണ്ട എന്ന് കരുതി രക്ഷപ്പെടാനായിക്കൊണ്ട് സ്ത്രീജനങ്ങളെ ഉപേക്ഷിച്ച് മൂഢ പ്രാദ്രവത്, മൂഢൻ പ്രകർഷേണ ദ്രവിച്ചു, പാഞ്ഞു. എന്തുകൊണ്ട്? ജീവിതേച്ഛയാ, ജീവിക്കാനുള്ള ഇച്ഛ കൊണ്ട്, ജീവനിലുള്ള കൊതി കൊണ്ട്. ഈ രാമകൃഷ്ണന്മാര് കാലമൃത്യുക്കളാണ്, അവരുടെ കൈകൊണ്ട് തനിക്കിതാ മരണം ആസന്നമായിരിക്കുന്നു എന്ന് ഭയമുണ്ടായിട്ട് ഈ സ്ത്രീകളെ വിട്ടിട്ട് അവൻ ഓടുകയാണ്. മൂഢ പ്രാദ്രവത്, മൂഢ എന്ന് പറഞ്ഞാല് ആരെയാ താൻ കോപിപ്പിച്ചത് എന്ന് അറിവില്ലാത്ത മൂഢൻ, അല്ലെ? സ്വയം കാലസ്വരൂപൻ തന്നെയാണ് ഭഗവാൻ. അപ്പൊ കാലസ്വരൂപനായിട്ടുള്ള ഭഗവാനെ പ്രകോപിപ്പിച്ച് തന്റെ അടുത്തേക്ക് ആകർഷിച്ചിട്ട് ഇനിയിപ്പോ രക്ഷയുണ്ടോ? ഒരു രക്ഷയില്ല. അപ്പൊ മൂഢത കൊണ്ടാണ് അവൻ ഓടിയത്, മൂഢത കൊണ്ടാണ് അവൻ ഭഗവാനെ പ്രകോപിപ്പിച്ചത്. ഭഗവാന്റെ രക്ഷയിലിരിക്കുന്ന സ്ത്രീകളെ തന്നെ പോകണം അവൻ ഒരുമ്പെടണമെങ്കിൽ എത്ര മൂഢനാണ്. അപ്പൊ അവന്റെ മൗഢ്യം എന്തുകൊണ്ട് വന്നതാണ്? വിനാശകാലേ വിപരീത ബുദ്ധി. അവന്റെ മരണകാലം അടുത്തിരുന്നു, അതിനെക്കുറിച്ച് അവന് ബോധമില്ല. അപ്പൊ ആ മരണകാലം ആണ് അവന്റെ മൗഢ്യം. ആ സമയത്ത് ഇതുപോലെയുള്ളതായിട്ടുള്ള പ്രവൃത്തി ചെയ്യാൻ തോന്നി. എന്നിട്ട് രക്ഷപ്പെടാമെന്ന് കരുതിക്കൊണ്ട് ഭഗവാന്റെ പിടിയിൽ നിന്ന് ഓടാൻ നോക്കുകയാണ്. കാലന്റെ പിടിയിൽ നിന്ന് ആർക്കെങ്കിലും രക്ഷപ്പെടാൻ പറ്റുമോ? അപ്പൊ എന്തായാലും മൂഢ പ്രാദ്രവത് ജീവിതേച്ഛയാ, ഉള്ളില് ജീവിതേച്ഛയുണ്ട്, ആശയോടെ പായുകയാണ്. തമന്വധാവത് ഗോവിന്ദോ യത്ര സധാവതി ജിഹീർഷു തച്ചിരോരത്നം തസ്തൗ രക്ഷൻ സ്ത്രിയോ ബലഃ. തമന്വധാവത് ഗോവിന്ദോ യത്ര സധാവതി
ജിഹീർഷുഹു തച്ചിരോരത്നം തസ്ഥൗ രക്ഷൻ സ്ത്രിയോ ബലഃ. എത്രയെത്ര സധാവതി, അവൻ എവിടെയൊക്കെ ഓടുന്നുവോ, ഗോവിന്ദ തച്ചിരോരത്നം ജിഹീർഷുഹു തം അന്വദാവത്. ആ ഗോവിന്ദൻ ഭഗവാൻ കൃഷ്ണൻ തച്ചിരോരത്നം ജിഹീർഷുഹു, ഈ ശംഖചൂടന്റെ ശിരസ്സില് ഒരു രത്നമുണ്ട്. ആ രത്നത്തെ ജിഹീർഷു ഹർത്തുമിച്ചു, അത് അപഹരിക്കാൻ, അതിനെ പിടിച്ചെടുക്കാനായിക്കൊണ്ട് ഇച്ഛിച്ചുകൊണ്ട്, അവനെ അങ്ങനെ വെറുതെ വിട്ടാ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാൻ ഈ ശംഖചൂടന്റെ ശിരസിലുള്ള രത്നത്തെ എടുക്കാനായിക്കൊണ്ട് ജിഹീർഷുവായിട്ട് തം അന്വതാവത്, അവനെ അനുധാവനം ചെയ്തു, അവന്റെ പുറകെ പാഞ്ഞു എന്നർത്ഥം. ആ സമയത്ത് ബലരാമസ്വാമി മാറി നിന്നു. എന്ത് ചെയ്തുകൊണ്ട്? സ്ത്രീകളെ രക്ഷിച്ചുകൊണ്ട്. അതാണ് ബലഹ സ്ത്രീയ രക്ഷൻ തസ്ഥൗ. ബലഹ ബലരാമ, സ്ത്രീയ രക്ഷൻ, സ്ത്രീകളെ രക്ഷിച്ചുകൊണ്ട്, സ്ത്രീകൾക്ക് കാവൽക്കാരനായിക്കൊണ്ട് തസ്ഥൗ സ്ഥിതി ചെയ്തു. അപ്പൊ സ്ത്രീകളെല്ലാം ഒന്നിച്ചു കൂട്ടി തടഞ്ഞു നിർത്തി, നിങ്ങൾ ഇവിടെ നിൽക്കൂ, ഞാനുണ്ട് കൂടെ എന്ന് പറഞ്ഞ് ബലരാമൻ അവരെ രക്ഷിച്ചുകൊണ്ട് നിന്നു. കൃഷ്ണൻ ഇവന്റെ പുറകെ പാഞ്ഞു, ഇവന്റെ ശിരോരത്നം അപഹരിക്കാനായിക്കൊണ്ട്. അവിദൂരൈവാഭ്യേത്യ ശിരസ്തസ്യ ദുരാത്മനഃ ജഹാരമുഷ്ടിനൈവാംഗ സഹ ചൂടാമണിം വിഭുഃ. അവിദൂരൈവാഭ്യേത്യ ശിരസ്തസ്യ ദുരാത്മനഃ ജഹാരമുഷ്ടിനൈവാംഗ സഹ ചൂടാമണിം വിഭുഃ. വിഭുഃ, ഭഗവാൻ വിഭുവാണ്, സർവശക്തനാണ്, സമർത്ഥനാണ്. ആ ശക്തനായുള്ള ഭഗവാൻ ദുരാത്മനഃ തസ്യ, ദുഷ്ടാത്മാവായ അവന്റെ ശംഖചൂടന്റെ അവിദൂരേ ഇവ അഭ്യേത്യ, വിദൂരത്തല്ലാത്ത അവസ്ഥയെ പ്രാപിച്ചിട്ട് എന്ന് വെച്ചാലോ അവന്റെ അടുത്തെത്തിക്കഴിഞ്ഞപ്പോൾ എന്നർത്ഥം. അവിദൂരേ ഇവ അഭ്യേത്യ, അവന്റെ സമീപം പ്രാപിച്ചിട്ട്, ഹേ അംഗ, അല്ലയോ രാജാവേ, പരീക്ഷിത്ത് രാജാവേ, കേൾക്കൂ കഥ. സഹ ചൂടാമണിം ശിരഃ മുഷ്ടിനായേവ ജഹാര. ഭഗവാൻ എന്ത് ചെയ്തു? അവന്റെ ചൂടാമണിയോടുകൂടി, ശിരസിലുള്ള രത്നത്തോടുകൂടി അവന്റെ ശിരസിനെ മുഷ്ടിനായേവ ജഹാര, മുഷ്ടി കൊണ്ട് അപഹരിച്ചു എന്നർത്ഥം. അപ്പൊ തന്റെ കൈകൊണ്ട് തന്നെ അവന്റെ കഴുത്തിനിട്ടൊരു വെട്ട് കൊടുത്തിട്ടുണ്ടാവാം, അല്ലേ? കരാത്തെ പോലെ ഒരു വെട്ട്. അങ്ങനെ അവന്റെ ശിരസിനെ പറിച്ചെടുത്തു. ശിരസിൽ രത്നവും ഉണ്ടായിരുന്നു. ആ രത്നത്തോടു കൂടിയ ശിരസിനെ മുഷ്ടി കൊണ്ട് തന്നെ ഹരിച്ചു എന്നാ പറയണത്. അപ്പോൾ ഇടിച്ചിട്ടോ വെട്ടിയിട്ടോ എന്ന് പറഞ്ഞ പോലെ കൈകൊണ്ട് വെട്ടിയിട്ടോ മറ്റേ ആ കയ്യിനെ, അവന്റെ ശിരസിനെ അങ്ങോട്ട് ഹരിച്ചെടുത്തു. അപ്പോ ഇവിടെ ആദതായിയായി തന്റെ ഭാര്യമാരെ അല്ലെങ്കിൽ സ്ത്രീകളെ, ഗോപികമാരെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതായിട്ടുള്ള ഈ ദുഷ്ടനെ കൊല്ലാൻ ഭഗവാന് ഒരു സംശയവുമില്ല, ദുരാത്മാ എന്ന് പ്രത്യേകം ഇവിടെ എടുത്തു പറഞ്ഞത് അതുകൊണ്ടാണ്. ദുഷ്ടാത്മാവായ അവനെ ഭഗവാൻ വധിച്ചു കളഞ്ഞു, ശംഖചൂഡ വധം. അപ്പൊ ധനതന്റെ ഭൃത്യനാണെന്ന് അറിഞ്ഞിട്ടും കൊന്നു. എന്തുകൊണ്ട്? ഇവൻ വധം അർഹിക്കുന്നവനായതുകൊണ്ട്, ദുഷ്ടനാണ് ഇവൻ എന്നതുകൊണ്ട് അവനെ ഹരിച്ചു. ജഹാര. ശംഖചൂഡം നിഹത്യൈവം മണിമാദായ ഭാസ്വരം അഗ്രജായ ദദാത് പ്രീത്യാ പശ്യന്തീനാം ച യോഷിതാം. ശംഖചൂഡം നിഹത്യൈവം മണിമാദായ ഭാസ്വരം അഗ്രജായ ദദാത് പ്രീത്യാ പശ്യന്തീനാം ച യോഷിതാം. ഏവം, ഇപ്രകാരം ശംഖചൂഡം നിഹത്യ, ആ ശംഖചൂഡൻ എന്ന യക്ഷനെ വധിച്ചിട്ട് നിഹനിച്ചിട്ട് ഭാസ്വരം മണിം ആദായ, അവന്റെ ശിരസിൽ ശോഭിക്കുണ്ടായിരുന്ന നല്ലതുപോലെ പ്രകാശമുള്ളതായിട്ടുള്ള ശിരോമണിയെ, ചൂടാമണിയെ സ്വീകരിച്ച് ആദായ പശ്യന്തീനാം യോഷിതാം പ്രീത്യ അഗ്രജായ അതദാത്. പശ്യന്തീനാം യോഷിതാം പശ്യന്തീനാം സദാ, ഈ സ്ത്രീകളെല്ലാം നോക്കി നിൽപ്പുണ്ട്, അല്ലേ? ഭഗവാൻ എനിക്ക് തരുമോ മണി, എനിക്ക് തരുമോ മണി, എനിക്ക് തരുമോ മണി എന്ന് ഓരോ സ്ത്രീയും വിചാരിച്ചിട്ടുണ്ടാവും. എന്നെയാണ് കൂടുതൽ ഇഷ്ടം, എന്നെയാണ് കൂടുതൽ ഇഷ്ടം, ഈ മണി എനിക്കുള്ളത് തന്നെയാണ് എന്ന മട്ടിലായിരിക്കും ഓരോ ഗോപികമാരും രാധ അടക്കമുള്ളതായിട്ടുള്ള ആളുകൾ അവിടെ
നോക്കി നിന്നിട്ടുണ്ടാവുക. അതാണ് പശ്യന്തീനാം യോഷിതാമെന്ന് എടുത്തു പറഞ്ഞത്. ഗോപസ്ത്രീകളെല്ലാം നോക്കി നിൽക്കുമ്പോൾ എന്നാൽ അവരിൽ തനിക്ക് പ്രിയപ്പെട്ട ആർക്കെങ്കിലും അല്ലേ കൊടുക്കേണ്ടത് ഭഗവാൻ. പക്ഷേ ഭഗവാൻ സ്ത്രീജിതനല്ല. ഈ പറയുന്ന ആരുടെയും എന്താ പറയുക, ഭഗവാൻ ആർക്കും അവശനല്ല, ആരുടെയും അധീനത്തിലല്ല, ആരെയും എന്താ പറയുക ഭഗവാന് പ്രത്യേകിച്ച് സന്തോഷിപ്പിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഭഗവാൻ മറ്റ് അവരുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ സാധിച്ചു കൊടുത്ത് അവരെ സന്തോഷിപ്പിക്കുന്നുണ്ട്. എങ്കിലും താൻ സ്വതന്ത്രനാണ് എന്ന് കാണിക്കുന്ന ഒരു രംഗമാണ് അത്. പ്രീതിപൂർവം പ്രേമപൂർവം അഗ്രജായ അത് തൻ്റെ ജ്യേഷ്ഠനാണത് ദാനം ചെയ്തത് അല്ലേ. സാധാരണ മണി എന്ന് പറഞ്ഞാൽ രത്നം പറഞ്ഞു സ്ത്രീകൾക്കാണ് കൂടുതൽ പ്രീതി ഉണ്ടാവുക. ഇവിടെ ഭഗവാൻ തീരുമാനിച്ചു ആർക്കുമില്ല, സ്ത്രീകൾക്കല്ല ഞാൻ കൊടുക്കുന്നത്, എനിക്ക് പ്രിയപ്പെട്ടത് എൻ്റെ ഏട്ടനാണ്. അപ്പോൾ ആ ഏട്ടനെ ബഹുമാനിച്ചു, ഏട്ടനെ ആദരിച്ചു, ഏട്ടനോടുള്ള സ്നേഹം പ്രകടിപ്പിച്ചു, സ്ത്രീകളോടുള്ള തൻ്റെ സ്വാതന്ത്ര്യവും പ്രകടിപ്പിച്ചു. ഞാൻ ഒരിക്കലും ഈ സ്ത്രീകളുടെ വശത്തായിട്ടില്ല, അടിമയായിട്ടില്ല, ജ്യേഷ്ഠനെ ഞാൻ ബഹുമാനിക്കുന്നു, അദ്ദേഹത്തിനുള്ള സമ്മാനമാണിത് എന്ന മട്ടില് അവരെല്ലാം കൊതിയോട് നോക്കി നിൽക്കുമ്പോൾ ഭഗവാൻ ബലരാമസ്വാമിക്കാണ് ഈ ശംഖചൂഡന്റെ ശിരസിൽ നിന്നെടുത്ത രത്നത്തെ കൊടുത്തത്. ഒരുതരം അഹങ്കാര നാശം എന്നുള്ളതിൻ്റെ കഥ തന്നെയാണ് ശംഖചൂഡൻ. അഹങ്കാരം ബലരാമസ്വാമിക്ക് അത് ആ ശംഖചൂഡന്റെ ശിരസിലെ മണിയെ കൊടുത്തു എന്ന് പറയുമ്പോൾ ഈ അഹങ്കാരത്തെ തന്നെ ഒരു അലങ്കാരമാക്കി മാറ്റുന്ന അല്ലെ. ജീവൻ മുക്തന്മാർക്കും ചെറിയൊരു അഹങ്കാരമുണ്ട്. ആ അഹങ്കാരം ലോക നന്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്, ലോക അനുഗ്രഹം, ലോക സംഗ്രഹത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. അഹങ്കാരം എന്നുള്ളത് ഈശ്വര സൃഷ്ടിയാണ്. ഈശ്വര സൃഷ്ടിയിൽ വരുന്ന, പ്രകൃതിയിൽ വരുന്നതാണ് അല്ലെ. മഹത്തത്വം കഴിഞ്ഞാൽ അഹങ്കാരതത്വം. അഹങ്കാരം നശിക്കുന്നതല്ല, അതിനെ ഭഗവാന്റെ സേവയിൽ നിർത്തണം. ഭഗവാനെ സേവിക്കാനുള്ളതാണ് നമ്മുടെ വ്യക്തിത്വം, നമ്മുടെ അഹങ്കാരം. അതാണ് ലക്ഷ്മണനും കാണിച്ചു തന്നത്. അതാണ് ഇപ്പോൾ ബലരാമസ്വാമിയും ചെയ്യേണ്ടത്, എപ്പോഴും ചെയ്യേണ്ടത്. പക്ഷെ ഇടയ്ക്കൊക്കെ ബലരാമസ്വാമി ഇത്തിരി കുസൃതിയൊക്കെ കാണിക്കും അല്ലേ. ലക്ഷ്മണനും അവിടെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ കയറ് പൊട്ടിക്കും, മൂക്ക് കയറ് പൊട്ടിക്കുന്ന രംഗങ്ങളുണ്ട്. അതുപോലെ അവിടെ ബലരാമസ്വാമിയും ഇടയ്ക്കൊക്കെ ഭഗവാന്റെ പിടിവിട്ട് സ്വതന്ത്രനായി ഓരോന്ന് ചെയ്യുമ്പോൾ ഇച്ചിരി കൊണ്ടാൻ വേണ്ടിയൊക്കെ ആവും. എന്തായാലും ഇപ്പോൾ ഭഗവാന്റെ പരിപൂർണമായിട്ടുള്ള അനുഗ്രഹത്തിന് ഈ ബലരാമസ്വാമി പാത്രീഭവിച്ചിരിക്കുകയാണ്. തൻ്റെ ജ്യേഷ്ഠനെ തന്നിൽ നിന്ന് ഭിന്നനായിട്ടല്ല കാണുന്നത്, താൻ തന്നെയായി കണ്ടുകൊണ്ട് ആ ഒരു സ്നേഹം പ്രകടിപ്പിക്കുന്നതായിട്ടൊരു രംഗമാണ്. അപ്പം എന്തായാലും കുബേരനെ ജയിക്കുന്നതിന് തുല്യം തന്നെയാണ് കുബേരൻ്റെ ഭൃത്യനായിട്ടുള്ള ഈ ശംഖചൂഡനെ വധിക്കുന്നതിലൂടെ. അപ്പോൾ വീണ്ടും എല്ലാ ദേവന്മാരെയും ജയിച്ചുകൊണ്ട് കൃഷ്ണസ്തു ഭഗവാൻ സ്വയം എന്ന് വീണ്ടും സ്ഥാപിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ഒരുപാട് തത്വങ്ങൾ അടങ്ങിയിരിക്കുന്ന ഒരു ചെറിയ കഥയാണ് ഈ ശംഖചൂഡ വധം. ശംഖചൂഡം നിഹത്യൈവം മണിമാദായ ഭാസ്വരം അഗ്രജായ അദദാത് പ്രീത്യാ പശ്യന്തീനാം ച യോഷിതാം. ഹരി ഓം. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ പൂർവാർദ്ധേ ശംഖചൂഡവധോ നാമ ചതുസ്ത്രിംശത്തമോऽധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. ഹരി ഓം. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം.
അപ്പം അങ്ങനെ 34-ാം അധ്യായം പൂർണ്ണം. അടുത്ത അധ്യായം ഗോപികമാരുടെ യുഗളഗീതം എന്നുള്ള അതിമനോഹരമായിട്ടുള്ള മറ്റൊരു ഗോപികാഗീതമാണ്. ഭഗവാൻ പകൽ സമയങ്ങളിൽ ഗോപബാലന്മാരുമായി പശുക്കളെ മേയ്ക്കാൻ പോകുന്നതായിട്ടുള്ള സമയത്ത് വീണ്ടും ഗോപികമാർ ഗോകുലത്തിൽ ഭഗവാന്റെ ആ വിരഹത്തെ പ്രകടിപ്പിച്ചുകൊണ്ട് ഭഗവാൻ എന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ വനത്തിലൊക്കെ ചെയ്യുന്നുണ്ടാവുക, എന്തൊക്കെയാണ് മുമ്പ് ചെയ്തിട്ടുള്ളത്, ഇതിനെയൊക്കെ സ്മരിച്ചുകൊണ്ട് അവർ പരസ്പരം പാടുന്നതായിട്ടുള്ള ഗീതമാണ് യുഗളഗീതം. ഒരു ശ്ലോകം 2 പേർ ചേർന്ന് പാടുന്നത്. ഒരു ശ്ലോകത്തിൻ്റെ പൂർവാർദ്ധം ഒരു ഗോപി, ഉത്തരാർദ്ധം മറ്റൊരു ഗോപി, അങ്ങനെ കണക്കിലാണ് 2 പേരാൽ പാടപ്പെട്ടത് എന്നുള്ള അർത്ഥത്തിലാണ് യുഗളം. യുഗളം എന്ന് പറഞ്ഞാൽ ഇരട്ട, ജോഡി എന്നൊക്കെ അർത്ഥം. അപ്പം അങ്ങനെ 2 പേർ ചേർന്ന് ഓരോ ശ്ലോകങ്ങൾ, അങ്ങനെയുള്ള അതിമനോഹരമായിട്ടുള്ള ഗോപികാഗീതം. അത് നമുക്ക് മറ്റന്നാൾ തൊട്ട് നോക്കാം. നാളെ ഇല്ല. നാളെ മറ്റേ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലാണ് ഭീഷ്മാഷ്ടമി. വൈകുന്നേരം 4 മണിക്ക് ശേഷം വിഷ്ണു സഹസ്രനാമ പാരായണം, സമഷ്ടി പാരായണം. അത് കഴിഞ്ഞൊരു സമ്മേളനം കൂടിയുണ്ട്. അതെല്ലാം കഴിഞ്ഞ് രാത്രി തന്നെ തിരിക്കും. അപ്പോൾ നിങ്ങൾക്കും ഓൺലൈനായിട്ടൊക്കെ പാടാനുള്ള രജിസ്ട്രേഷൻ ഡീറ്റെയിൽസൊക്കെ അതിൻ്റെ ലിങ്കുകളുണ്ട്. അതൊന്ന് വേണ്ടവർ ഓൺലൈനായിട്ടും ഒപ്പം ചേർന്ന് പാരായണം ചെയ്യാവുന്നതാണ്. അതിനുള്ള വ്യവസ്ഥകളൊക്കെ ഉണ്ട്. അതുപോലെ പുറത്തുള്ള സമ്മേളനം മിക്കവാറും ലൈവ് ഉണ്ടാവാൻ വഴിയുണ്ട്. അകത്തുള്ളതായിട്ടുള്ള പാരായണം ലൈവ് ഉണ്ടാവില്ല. പുറത്ത് സമ്മേളനത്തിൽ ഒരു പ്രാവശ്യം വിഷ്ണു സഹസ്രനാമം എല്ലാവരും കൂടി പാരായണം ചെയ്യും, എന്നിട്ടാണ് സമ്മേളനം. അപ്പോൾ അത് 6 മണിയോടുകൂടിയാവും, 6-6:30 ആവും. കിഴക്കേ നടയിലാണ്, പത്മനാഭസ്വാമിയുടെ കിഴക്കേ നടയിലാണ്. അത് കഴിഞ്ഞ് 8:30 മണിയുടെ വണ്ടി പിടിച്ച് ഞാൻ ഇങ്ങോട്ട് പോരും. ഓം ഹരി ഓം, ഹരി ഓം. എല്ലാവർക്കും ഭീഷ്മാഷ്ടമി ആശംസകൾ. ഹരി ഓം. വിഷ്ണു സഹസ്രനാമം 37 ശ്ലോകം വരെയേ ചെയ്തിട്ടുള്ളൂ. ഇനി വിസ്തരിച്ച് ചെയ്യാനുണ്ട് 38 മുതൽക്ക്. പിന്നെ ചെയ്യാം. ഹരി ഓം.